മൈ ഡിയർ +1 സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ വരുന്നത്, ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും അല്ലേ. സോ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരുപാട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഓൺലൈനിലൊക്കെ ഇത്തരത്തിലുള്ള PYQs ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് അതുപോലെ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ടായിട്ടാണ്, ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. 6 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ചിലപ്പം വേരിയേഷൻസ് ഉണ്ടാകാം. ഓക്കെ, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം, അതുപോലെ തന്നെ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിനനുസരിച്ച് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ എക്സാം പേപ്പർ നോക്കി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയാം അല്ലെ. അപ്പൊ അവിടെ ഓക്സിലറീസ് ടു ട്രേഡ് ഉള്ളത് കൊണ്ട് തന്നെ ട്രേഡ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ടേബിൾ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. 2 രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. എങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് ഡാഷ് ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ ട്രേഡിംഗ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുമ്പോൾ അവിടെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് കൊണ്ടുള്ള തടസ്സങ്ങളാണ് കുറയുന്നത്, ഏത് തടസ്സങ്ങളാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ, ഏത് തരത്തിലുള്ള ഹിൻഡ്രൻസസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്, പ്ലേസ്, റിസ്ക്, ടൈം ആൻഡ് ഫിനാൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ വെച്ച് പഠിക്കാം. ഏതാണ് കുറയ്ക്കുന്നത്? പ്ലേസ് എന്നുള്ള ആ ഒരു തടസ്സം അല്ലെ, സ്ഥലം കൊണ്ടുള്ള പ്രശ്നം ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ A ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ അപ്പോൾ തന്നെ എഴുതുന്നു. അധികം ടൈം വേസ്റ്റ് ചെയ്യരുത്. 1 സെക്കൻഡ് മാത്രം, 1 സെക്കൻഡ് മതിയോ മിസ്സേ, 1 സെക്കൻഡ് കൊണ്ട് വായിച്ച് എഴുതി കഴിയോ എന്നുള്ളൊരു ഡൗട്ട് വരും അല്ലെ. 1 സെക്കൻഡ് ടു 60 സെക്കൻഡ് വരെ മാത്രമേ ഈ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ടൈം എന്താ ചെയ്യാൻ പറ്റുള്ളൂ, കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ പോവരുത്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ളതാണ്. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഡാഷ് ഇൻ ട്രാൻസ്പോർട്ടിങ് അല്ലെങ്കിൽ ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്വസ്റ്റ്യൻ പോലെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്താണ്, ഫിനാൻസ് എന്നുള്ള ഹിൻഡ്രൻസ് ആണ് കുറയ്ക്കുന്നത്. എന്ത് വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു ടേബിളിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്, വെയർ ഹൗസിംഗ് പ്രൊവൈഡ് ഡാഷ് യൂട്ടിലിറ്റി. വെയർ ഹൗസിംഗ് എന്ത് യൂട്ടിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ അതും കൂടി തന്നിട്ടുണ്ട്, ടൈം യൂട്ടിലിറ്റി ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് പ്രൊവൈഡ് ഡാഷ് യൂട്ടിലിറ്റി എന്താണ്, ഫിനാൻസ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഓക്സിലറീസ് ടു ട്രേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇങ്ങനെയാണ് 2 രീതിയിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഇനിയിപ്പം അതിൽ കൂടുതൽ മാർക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്സ് ഇൻക്ലൂഡ് ട്രേഡ് ആൻഡ് ഡാഷ്. എന്താണ് കൊമേഴ്സ് ഇൻക്ലൂഡ്? കൊമേഴ്സിൽ ട്രേഡും പിന്നെ എന്താണ് വരുന്നത്? ഇൻഡസ്ട്രി ആണോ, ബിസിനസ് ആണോ, ഓക്സിലറീസ് ടു ട്രേഡ് ആണോ, ഔട്ട്സോഴ്സിംഗ് ആണോ? ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡുമാണ് കൊമേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും അതാണ് ട്രേഡ്. അതുപോലെ തന്നെ എന്താണ്, ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സ്മൂത്ത് ആയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നടക്കണമെങ്കിൽ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. 1 മാർക്ക് അവിടെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് ആക്ടിവിറ്റി? നമ്മൾ ഏതൊരു ഉറക്കത്തിലും പറയുന്ന ഒരു ആൻസർ ആണ് അല്ലേ ഇത്. ബിസിനസ്സിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ആണ്. ഇപ്പൊ സാലറി, വേജസ് ഒക്കെ എംപ്ലോയ്മെന്റിന് കിട്ടുന്ന റിവാർഡാണ്. ഫീസ് എന്ന് പറയുന്നത് പ്രൊഫഷന് കിട്ടുന്ന റിവാർഡാണ്. ഓർത്ത് വെക്കുക. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ക്ലിയർ? യെസ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യനും അധികം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്, 2 മാർക്കേ കിട്ടാനുള്ളൂ. അപ്പോൾ എക്സ്പ്ലനേഷൻ ഒക്കെ ആണെങ്കിൽ കുഞ്ഞ് എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ 2 പോയിന്റ്സ് എഴുതുക, 4 പോയിന്റ്സ് എഴുതുക എന്ന് പറയുമ്പോൾ ആ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഗീവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് റിസ്ക് അറൈസിങ് ഡ്യൂ ടു ഹ്യൂമൻ കോസ്. ഹ്യൂമൻ കോസ് കാരണം ഉണ്ടാകാൻ, ബിസിനസ്സിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? ആളുകൾ കാരണം എന്താണ്? ഡിസ്ഹോണസ്റ്റി, അല്ലെ? ഒരാൾ സത്യസന്ധനല്ല എങ്കിൽ അത് ബിസിനസ്സിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുക്കുകയാണ്, അവിടെ എംപ്ലോയീസ് ഉണ്ടാവും, ഈ എംപ്ലോയീസ് ഒക്കെ ഡിസ്ഹോണസ്റ്റ് ആണെങ്കിൽ അത് ബിസിനസ്സിനെ ബാധിക്കും. അതുപോലെ തന്നെ ഈ എംപ്ലോയീസിന്റെ നെഗ്ലിജൻസ് അല്ലെങ്കിൽ എന്താണ് കെയർലെസ്നെസ്, ഇതൊക്കെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ കോസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 പോയിന്റ് മാത്രം എഴുതിയാൽ മതി, കെയർലെസ്നെസ്സും അതുപോലെ തന്നെ ഡിസ്ഹോണസ്റ്റി. ഓക്കെ, ഇനിയിപ്പോൾ ഹ്യൂമൻ കോസ് അല്ല നാച്ചുറൽ കോസ് ആണെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് എഴുതിയാൽ മതി. ക്ലിയർ? അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ടൈം ഒരുപാട് വേസ്റ്റ് ആക്കാൻ പാടില്ല. ഓരോ ക്വസ്റ്റ്യനും അത്ര തന്നെ കണക്കാക്കി വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈം കണക്കാക്കി വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ഔട്ട് എനി 4 മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. അപ്പൊ ഇവിടെ എന്താണ്? 4 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ 4 പോയിന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് അറിയുന്നതാണ് അല്ലെ? ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഇന്നോവേഷൻ പറയാം, മാർക്കറ്റ് സ്റ്റാൻഡിങ് പറയാം, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളത് പ്രോഫിറ്റ് ആണ് അല്ലെ? അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ മാനേജേഴ്സിന്റെ ഡെവലപ്മെന്റ്, ഇതൊക്കെ ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് ആണ്. 2 മാർക്കിനായതുകൊണ്ട് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഇനിയിപ്പോൾ 4 മാർക്കിനാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 6 മാർക്കിനൊക്കെയാണ്, 5 മാർക്ക് 6 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നെങ്കിൽ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യെസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സും റിസ്ക് ഓഫ് ബിസിനസ്സും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യാതിരിക്കുക. യെസ്, നെക്സ്റ്റ് വൺ എന്താണ്? 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ചില സമയത്ത് ഇത് പണ്ട്, അതായത് ഒരു 2020 മുതൽ 24 വരെയുള്ള പേപ്പേഴ്സ് ആണ് മിസ് റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ 2022 ആ ഒരു സമയത്തൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ നമ്മുടെ പാറ്റേൺ മാറുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വെയിറ്റേജിനും എത്രത്തോളം എഴുതണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന്റെ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് റിസ്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 1 മാർക്ക് മുതൽ 5 മാർക്ക് വരെ ഈ ഒരു ബിസിനസ് റിസ്ക് എന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ബിസിനസ് റിസ്കിന്റെ നേച്ചർ ആണ് എഴുതാൻ പറഞ്ഞത്. 4 മാർക്കാണ്. 4 പോയിന്റ്സ് നിങ്ങൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതുണ്ട്. 4 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 4 പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? ബിസിനസ് റിസ്ക് എന്താണെന്ന് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ, ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം ഉണ്ടെങ്കിൽ എന്താണ് ബിസിനസ് റിസ്ക് എന്ന് എഴുതി വെക്കാം. എന്താണ് ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അൺസർട്ടൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിങ്സ് സംഭവിക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എന്താണ് വിചാരിച്ച പ്രോഫിറ്റ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുക, ഇതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് റിസ്കിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ചോദിക്കുമ്പോൾ 4 പോയിന്റ് ആദ്യം തന്നെ ബിസിനസ് റിസ്ക് എഴുതിയതിനു ശേഷം 4 പോയിന്റ് ആദ്യം തന്നെ എഴുതിയിട്ട് പിന്നീട് ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ബിസിനസ് റിസ്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബിസിനസ് റിസ്ക് ഡ്യൂ ടു അൺസർട്ടനിറ്റി ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ്. ഫസ്റ്റ് പോയിന്റ് ആണ്, അത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് അടുത്ത പോയിന്റ് എഴുതാം. അങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്. ക്ലിയർ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻഡസ്ട്രീസ് ഇൻ ടു എക്സ്ട്രാക്റ്റീവ്, ജനറ്റിക്, മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഈ 4 എണ്ണം എക്സ്ട്രാക്റ്റീവിൽ ഏതാണ്, ജനറ്റിക്കിൽ ഏതാണ്, മാനുഫാക്ചറിങ്ങിൽ ഏതാണ്, കൺസ്ട്രക്ഷനിൽ ഏതാണ് എന്നതാണ് എഴുതേണ്ടത്. ഇത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? ഇല്ല, 4 മാർക്കാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഓരോന്നിനും ക്ലാസിഫൈ ചെയ്തിട്ട് അത് എന്താണെന്ന് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ 4 മാർക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 4 മാർക്ക് വരുമ്പോൾ അവിടെ എക്സ്പ്ലനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഈ നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് എന്താണെന്നൊക്കെ ഉള്ളത് മിസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം ഏകദേശം 4 മാർക്കിന് എഴുതാനായിട്ട്. ഇപ്പം ബിസിനസ് റിസ്ക് എന്താണെന്നുള്ളത് ആദ്യം എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ 4 പോയിന്റ്സ് എഴുതി വെച്ചതിന് ശേഷം എന്ത് എഴുതുക? ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. ക്ലിയർ? യെസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച്
കുറച്ച് കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുത്തിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ 5 ഹിൻഡ്രൻസ് ഇൻ ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ടു റിമൂവ് ദിസ് ഹിൻഡ്രൻസസ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത 1 വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ആണല്ലേ ഇത്. ആ ടേബിൾ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ട ഒന്നാണ്. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഏതൊക്കെയാണ് ഹിൻഡ്രൻസസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹിൻഡ്രൻസസ് ഒഴിവാക്കാൻ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ടു ട്രേഡ് എന്നതൊക്കെ ആദ്യം നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്താന്നുള്ളത് ഒന്ന് എഴുതുക. ഓക്സിലറീസ് ടു ട്രേഡ് എഴുതിയതിന് ശേഷം അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. എന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, എന്തൊക്കെയാണ്? ഫിനാൻസിൻ്റെ പ്രശ്നം ഉണ്ടാവാം, അതുപോലെ തന്നെ പ്ലേസിൻ്റെ പ്രശ്നം ഉണ്ടാവാം, അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ഉണ്ടാവാം. അങ്ങനെ 5 എണ്ണം എഴുതുക. ഈ 5 എണ്ണം റിമൂവ് ചെയ്യാൻ ഏതൊക്കെ ഓക്സിലറീസ് ടു ട്രേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് എഴുതുക. എന്നാൽ മാത്രമേ 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അതുപോലെ തന്നെ 5 മാർക്കിനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് എനി 5 ബേസിക് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 5 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ബേസിക് ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് വരെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. 5 പോയിന്റ്സ് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് എല്ലാ പോയിന്റ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഓരോ പോയിന്റ്സും എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് 5 മാർക്ക് പോക്കറ്റിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലുള്ള ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ചേരുംപടി ചേർക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഇട്ടാൽ മാത്രം മതി അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം അല്ലേ. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് പറയുന്ന തടസ്സം നീക്കുന്ന ഓക്സിലറീസ് ടു ട്രേഡ് ഏതാണ്? ഓഫ് കോഴ്സ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് ഏതാണ്? നമുക്കറിയാം, ഇൻഷുറൻസ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ഓഫ് കോഴ്സ് ബാങ്കിങ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് നോളജ് അഡ്വർടൈസിങ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് ടൈം വെയർ ഹൗസിംഗ് ആണ്. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് to 5 മാർക്ക് വരെയാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഓക്സിലറീസ് ടു ട്രേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള, നമ്മൾ നേരത്തെ വെയിറ്റേജ് 6 ആണ് പറഞ്ഞെങ്കിലും 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ചാർട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ നമുക്ക് എസ്സേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ചാർട്ടാണ് 8 മാർക്കിന് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ചാർട്ടൊക്കെ വരച്ച് അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുറേ ടൈം എടുക്കും, പക്ഷേ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ മിസ് സ്റ്റാർ ഇട്ടേക്കാം. ഇപ്പോൾ ബിസിനസ് എന്താന്ന്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ്. ഈ ചാർട്ട് മാത്രം വരച്ചാൽ പോരാ, ചാർട്ട് വരച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് 8 മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഏകദേശം ഈ ഒരു സൈഡിൽ തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കൊമേഴ്സ് എന്താന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇൻഡസ്ട്രിയും പ്രതീക്ഷിക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പം മാക്സിമം നിങ്ങൾ പഠിക്കുക എന്ന് തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് അല്ലേ. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ തന്നെ നടത്തുക. നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക, എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ക്വസ്റ്റ്യനും എത്ര ടൈമാണ് കൊടുക്കേണ്ടത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എസ്സേ ക്വസ്റ്റ്യനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതുക എന്ന് കരുതി 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വിടരുത്. കാരണം എന്താണ്, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 3-4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് കൂടുതൽ ഉണ്ടാവുക. അപ്പം അത് കൂടുതലായിട്ട് ആൻസർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടും. അപ്പം നല്ല രീതിയിൽ തന്നെ എഴുതുക. നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഇതുപോലെയുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻ സീരീസ് ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.